വിളിച്ചു പ്രാർത്ഥിക്കലുമായിട്ട് ബന്ധപ്പെട്ട ശിർക്കിൻ്റെ ആരോപണം ഇബ്നു തീമിയ എന്ന് പറയുന്ന ആൾ വന്നതിൻ്റെ ശേഷം മാത്രം വരാൻ തുടങ്ങിയത്. നേരത്തെ ദാത്തുൽ അൻവാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷമാണല്ലോ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു. അപ്പം സഹാബികൾ എന്നവരെ അപ്പം വിളിക്കരുത്, അപ്പം അവരാകുന്നില്ല. എന്തായാലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുള്ളവർ, ചൊല്ലിയിട്ടുള്ള കുറേ ആളുകൾ മക്കം ഫത്ഹിൻ്റെ അന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ മൂമിനീങ്ങളല്ല. മൂമിനീങ്ങളാണെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ഈമാൻ വരണം. മനസ്സിൻ്റെ അകത്ത് ഈമാൻ ഉറച്ച ശേഷം മൂമിനീങ്ങൾ എന്ന് വിശദീകൊള്ളൂ. മക്കം ഫത്ഹിൻ്റെ അന്ന് ശരിക്കും മൂമിനീങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, മൂമിനീങ്ങളായിട്ടില്ല അവർ. ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, കാലത്തിൽ അറാബു ആമന്ന ഖുൽ ലൻ തൂമിനു വലാകിൻ ഖൂലു അസ്ലംന. ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, നിങ്ങൾക്ക് ഈമാനില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ആ രീതിയിലൊരു സംസാരമുണ്ട് ഖുർആനിൽ. കാലത്തിൽ അറാബു, ഗ്രാമീണരായ കുറേ മുനാഫിക്കീങ്ങൾ പറഞ്ഞു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു നോക്കി, നിങ്ങൾ മൂമിനീങ്ങളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, മൂമിനീങ്ങളായിട്ടില്ല. അപ്പം മൂമിനീങ്ങളാവുക എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം ഹൃദയത്തിൻ്റെ അകത്ത് ശരിക്ക് വരുമ്പോഴാണ്. അത് വരാത്ത ഒരു കൂട്ടം ആളുകൾ ഹുനൈനിലേക്ക് പോകുന്ന സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടിരുന്നു. സ്വഹാബികളെല്ലാവരും പിന്നീട് അവർ വിശ്വസിച്ചിട്ടോ, നല്ല സ്വഹാബികളായി വളരെ വലിയവരായി മാറി. അവരാണ് ഈ ചരിത്രം വിവരിക്കുന്നത്. അബീ വാഖിദിനിൽ ലൈസി എന്നറിയുന്ന ആൾ സ്വഹാബിയാണെങ്കിൽ അദ്ദേഹത്തെ അടക്കമുള്ള ആളുകളാണ് ഈ പറയുന്ന കൂട്ടർ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അബൂ വാഖിദിനിൽ ലൈസിയാണ്. അദ്ദേഹം സ്വഹാബിയാണെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നത്. സ്വഹാബിയാണെന്നും അല്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വഹാബിയാണെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള കുറച്ച് ആളുകൾ ഇത് പറയുന്ന കാലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ശിർക്കിൻ്റെ വിശ്വാസത്തിൻ്റെ ആ വിധാനത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണമായി അവരിൽ നിന്ന് ഈ വാക്കുച്ചരിച്ചതല്ലാതെ ഈമാൻ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇത് തന്നെ ഉണ്ട്, ഹദീസിൻ്റെ വിവരണത്തിൽ തന്നെ ഉണ്ടാവും. പറയും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ വിശ്വസിച്ചു. എന്തായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലേ ഒരു മുസ്ലിം ആയല്ലോ. ഇല്ല, പറഞ്ഞാൽ വിശ്വാസമാവില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവനെ പറഞ്ഞാൽ അവനെ നമ്മൾ മുസ്ലിമാക്കും. യുദ്ധത്തിൽ പോലും കൊല്ലാൻ പാടില്ല എന്നാണല്ലോ. കൊല്ലാൻ പാടില്ല, മുസ്ലിമാക്കും. പക്ഷേ എങ്ങനെയാണ് കൊല്ലാൻ പാടില്ല എന്നുള്ള വിധി? അവരുടെ ഹൃദയം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കും നമ്മൾ. അങ്ങനെയാണ് ഓലെ ഹൃദയം നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന. ആ ഹദീസിൻ്റെ തന്നെ വാക്യത്തിലും അഫല ശഖഖ്ത ഖൽബഹു, കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അഫല ശഖഖ്ത ഖൽബഹു, അയാളെ മനസ്സ് നീ തുറന്നു നോക്കിയോ എന്നാണ്. അപ്പോൾ മനസ്സ് തുറന്നു നോക്കാൻ നമുക്ക് അധികാരമില്ല. വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നമ്മൾ അവരെ മുസ്ലിം എന്ന് പറയും. അങ്ങനത്തെ മുസ്ലിമീങ്ങളിൽ പലരും മൂമിനീങ്ങളല്ല, യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. യഥാർത്ഥത്തിൽ പേര് നമുക്ക് പോലെ പറയാം, മൂമിൻ എന്നും മുസ്ലിം എന്നൊക്കെ പറയാം. അങ്ങനെ വന്നവരായിരുന്നു മക്കം ഫത്ഹിൻ്റെ അന്നുള്ള ദാത്തു അൻവാത്ത് പറഞ്ഞ ആൾ. അപ്പോൾ ആ ദാത്തുൽ അൻവാത്തിൻ്റെ മുകളിൽ വാള് വെച്ചാൽ അവർക്ക് യുദ്ധത്തിന് പോകുമ്പോഴാണല്ലോ വാള് വെക്കുന്നത്. വാള് വെക്കുന്നത് ഈ മരത്തെപ്പറ്റി അവർ പൂജിക്കപ്പെടുന്ന ഒരു ഇബാദത്ത് ചെയ്യപ്പെടുന്ന മരമാക്കി അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഇബാദത്ത് ഒരു പൂജയാണത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ആയുധപൂജ. ആയുധപൂജ എന്നറിയുന്ന പൂജ എങ്ങനെയാണ്? ആ പൂജയാണ് ഈ ദാത്തു അൻവാത്തിന്മേൽ പോയി വാള് തൂക്കിയിടുക. അപ്പോൾ ദാത്തു അൻവാത്ത് എന്നത് അവരുടെ ഒരു പൂജാവിഗ്രഹമാണ്, മരവിഗ്രഹം. അങ്ങനെയുള്ള വിഗ്രഹത്തെ ഞങ്ങൾക്കും തരണം, ഞങ്ങളുടേതായിട്ട് നാമ്പൽ ഭാഷ പറയുന്നുണ്ട്. അത് ഇലാഹായിട്ടല്ല അവർ ഉദ്ദേശിച്ചത്. അതുപോലെ ആയല്ലോ വാക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇലാഹാക്കുന്നതിന് തുല്യമായി മാറിയെന്ന ഇല്ല, ഇലാഹാണെന്ന് പറഞ്ഞ മാതിരിയായല്ലോ നിങ്ങളുടെ ഈ വാക്ക്. കമാ കാല മൂസ, കമാ കാല ഖൗമു മൂസ ലി മൂസ, മൂസാനബിൻ്റെ ജനത മൂസാനബിനോട് പറഞ്ഞത് തുല്യമായല്ലോ നിങ്ങളുടെ വാക്ക്. കമാ കാല, ആ വാക്കല്ല, അതിന് തുല്യമായല്ലോ, രണ്ടും ഒരുപോലെ ആയല്ലോ. ഒരുപോലെ ആകണ വാക്ക് ഉച്ചരിക്കരുത് എന്ന് അവരെ പഠിപ്പിച്ചു. പിന്നെ അവരത് ചോദിച്ചിട്ടില്ല. പിന്നെ ഇതേ വാക്യം പിന്നെ അവർ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ദാത്തു അൻവാത്തിനോ ഒരു വൃക്ഷത്തിനോ അവർ പിന്നെ നബിയോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു പാഠം അവർക്ക് നൽകുകയാണത്. അങ്ങനെ ഓരോരോ പാഠങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നബി നൽകുമ്പോഴാണ് അവർ പൂർണ്ണ സ്വഹാബിമാരായിട്ട് മാറുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച പറഞ്ഞോളേ. അതിൻ്റെ തൂക്കിയിട്ടാൽ അതിനൊരു ബർക്കത്ത് കിട്ടുന്നതല്ല അവർ വിശ്വാസം. അല്ല, തെറ്റാണ് ആ പറയുന്നത്.
അതൊക്കെ ഉണ്ടാക്കി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള വ്യാജങ്ങളാണ്. ആ വ്യാജങ്ങൾ ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും കൂടി പറഞ്ഞപ്പോൾ അതൊരു എല്ലാ ഹദീസിലും ഉണ്ട് എന്ന് വിചാരിക്കാം. തബറുക്കൊന്നും അല്ല അവിടെ. ആ ഹദീസിൽ ഒരൊറ്റ വചനവും തബറുക്കിൻ്റെ വചനേ ഇല്ല, ബർക്കത്തിൻ്റെ വചനമില്ല. അത് നമ്മളെ നാട്ടിലുള്ള ആരോ ചിലർ ദുരുദ്ദേശപൂർവ്വം കടത്തിക്കൂട്ടിയതാണ്. ഞാൻ ആ ഹദീസിൻ്റെ ശരിക്കും വായിക്കാലോ, അത് വായിക്കാതെയാണ് അധികവും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. പ്രസംഗത്തിൻ്റെ ഭാഷയിൽ ഓരോരുത്തരങ്ങ് പറയും, ആ പറച്ചിലിൽ ബർക്കത്ത് ഉദ്ദേശിച്ചാൽ കെട്ടിത്തൂക്കൽ എന്ന് പറയും. ബർക്കത്ത് ഉദ്ദേശിച്ചല്ല കെട്ടിത്തൂക്കൽ, അത് എവിടെയും വന്നിട്ടില്ല. ഇതിലുള്ള തന്നെ വക്കാനത്തിൽ കുഫാരി ഖുറൈശിൻ വമൻ സിവാഹും മിനൽ അറബി ഷജറത്തുൻ അലീമത്തുൻ ഖദ്റ യുഖാലു ലഹാ ദാത്തു അൻവാത്ത് യഅ്തൂനഹ കുല്ല സനത്തിൻ. എല്ലാ കൊല്ലത്തിലും അവർ ഈ ദാത്തു അൻവാത്ത് എന്ന വൃക്ഷത്തിങ്കൽ ചെല്ലും. ഫയുഅല്ലിഖൂന അസ്ലിഹതഹും അലൈഹ, ആ വൃക്ഷത്തിൻ്റെ മേൽ അവരവരുടെ ആയുധങ്ങൾ തൂക്കിയിടും. വയദ്ബഹൂന ഇൻദഹ, ആ വൃക്ഷത്തിങ്കൽ വെച്ച് അവർ ബലികർമ്മം നടത്തും. വയഅകുഫൂന അലൈഹ യൗമൻ, ഒരു ദിവസം അവിടെ ഭജനമിരിക്കുകയും ചെയ്യും. അങ്ങനെ ഭജനമിരുന്ന് ബലികർമ്മം നടത്തി വിഗ്രഹങ്ങളുടെ പൂജിക്കുന്ന രീതിയിൽ ആയുധങ്ങൾ വെച്ച് പൂജിക്കുന്ന ഒരു പൂജ നടത്തുന്ന മരം, ബർക്കത്തെടുക്കുന്ന ഒരു രീതി ഈ ഹദീസിൻ്റെ ഒരു റിപ്പോർട്ടിലും കണ്ടിട്ടില്ല. ഒരു റിപ്പോർട്ടിലും ദാത്തു അൻവാത്തിനെ പറ്റി ഷജറത്തുൻ കാനത്തു അബ്ബദു ഫിൽ ജാഹിലിയത്തി, കാനത്തു തുഅബ്ബദു, പൂജിക്കപ്പെടുന്ന ഒരു മരമായിരുന്നു അത് ജാഹിലിയത്തിൽ. അപ്പോൾ പൂജിക്കപ്പെടുന്ന മരം, ബർക്കത്തെടുക്കപ്പെടുന്ന മരമല്ല, തെറ്റായിട്ട് കൂട്ടി കൊടുക്കപ്പെടുന്നതാണ്. പൂജയും ബർക്കത്തെടുക്കലും ഒന്നാക്കുക, എന്നിട്ട് അർത്ഥം അങ്ങനെ പറയാം. അങ്ങനെ ഹദീസിലില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് ഷിർക്കാണെന്നല്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക്. ഇലാഹാണെന്ന് ഇപ്പോൾ നാവ് കൊണ്ട് പറയുന്നതിനെ സംബന്ധിച്ച് മാത്രമാണോ? അതും ഷിർക്കാവും. നാവ് കൊണ്ട് പറഞ്ഞാലും വിശ്വാസമാവും, വിശ്വസിച്ചാലും ഷിർക്കാവും. ഒരാളുടെ ഹൃദയത്തിൽ ഇലാഹിൻ്റെ ഏതെങ്കിലും ഗുണവിശേഷം ഉണ്ടെങ്കിലോ? ഇലാഹിൻ്റെ ഗുണവിശേഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പറയുന്ന ഗുണവിശേഷമുണ്ട് പേരിൽ, അങ്ങനത്തെ പറഞ്ഞാൽ പാടില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഷിർക്കുവാവും. ഗുണവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണം പറയാം. റഹീം അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷമല്ലേ റഹീം, അല്ലേ? അത് അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ റഹീം എന്ന്. അപ്പോൾ അങ്ങനത്തത് പറയാം, അല്ലാത്തത് പറയാൻ പാടില്ല. അല്ലാത്തത് പറഞ്ഞാൽ ഒന്നുകിൽ ഹറാമാകും, മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഷിർക്കുവാവും. അപ്പോൾ ഹിദായത്തിന് വേണ്ടിയിട്ട് ഇപ്പം എക്സാമ്പിൾ ഒരു ഉദാഹരണമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുല്ലാതെ ആരാധ്യനില്ല. അപ്പം ഔലിയാക്കന്മാർ അല്ലെങ്കിൽ മൊയ്യദ്ദീൻ ഷെയ്ഖെ എന്നെ ഹിദായത്തിലാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അത് ഷിർക്കാണോ? അല്ല, ഷിർക്കല്ല. കാരണം റസൂലുള്ളാഹിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഇന്നകല്ല തഹ്ദി ഇലാ സിറാത്തും മുസ്തഖീം, സിറാത്തും മുസ്തഖീമിലേക്ക് ഹിദായത്താക്കുന്നവരാണ് നബിയെ തങ്ങൾ. അപ്പം നബിനോട് വന്നിട്ടൊരാൾ ഹിദായത്താക്കണേ നബിയെ എന്ന് പറഞ്ഞാൽ, എന്നെ ഹിദായത്താക്കണേ നബിയെ എന്ന് പറഞ്ഞാൽ ഷിർക്കാവോ? ഇപ്പം വഫാത്തായതിരിക്കട്ടെ, നബി ജീവിച്ചിരിക്കുമ്പോൾ ഷിർക്കാവോ? ഒരവിശ്വാസി കടന്നു വന്നിട്ട് അള്ളാൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയെ എന്നെ ഹിദായത്താക്കണം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിർക്കാവോ? ആവോ? ഹിദായത്തിലാക്കാന്നുള്ള അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണല്ലോ. അതാ ഞാൻ നേരത്തങ്ങളോട് പറഞ്ഞത്. ഗുണവിശേഷങ്ങളിൽ അള്ളാഹുവിന് മാത്രം വിശേഷിപ്പിക്കുന്നതുമുണ്ട്, സൃഷ്ടികൾക്കും വിശേഷിപ്പിക്കുന്നതുമുണ്ട്. ഹിദായത്താക്കുന്നത് റസൂലുള്ളാഹിനും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഇന്നക ലതഹ്ദീ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ, ജീവനില്ലാത്ത ഖുർആനും ഹിദായത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹിദായത്താക്കും, അള്ളയും ഹിദായത്താക്കും, റസൂലും ഹിദായത്താക്കും. അപ്പം ഹിദായത്താക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റുന്ന ഗുണവിശേഷമല്ല. ഇവിടെ അള്ളാഹു ഹിദായത്താക്കാന്ന് പറയുന്നതും സൃഷ്ടികൾ ഹിദായത്തിലാക്കാന്ന് പറയുന്നതും ഒരുപോലെയാണോ? അത് ചോറ് കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ചോറ് തരിക എന്ന് പറയുന്നതും ഉമ്മ ചോറ് തരിക എന്ന് പറയുന്നതും രണ്ടർത്ഥത്തിലാണ്. എത്ര കുട്ടിയാൽ മതി? ചോറ് തരാറുണ്ട്, ഉമ്മ തരുന്നതും അള്ള തരുന്നതും രണ്ടും രണ്ടാണല്ലോ. ചോറ് തരുന്നവനാണ് ഉമ്മ, ചോറ് തരുന്നവനാണ് അള്ള്. നമ്മളിപ്പോൾ രാത്രിയിൽ പോയി ചോറ് കഴിക്കുമ്പോൾ അള്ളാഹു താലയാണ് ആ ചോറ് എന്നതെന്ന് പറയൂലേ? അതെന്തർത്ഥത്തിലാണ്? ആ ചോറിൻ്റെ സ്രഷ്ടാവ് യജമാനൻ അള്ളാഹുവാണ്. ഉമ്മ തരുന്നതോ അള്ളാഹുവിൻ്റെ ഭക്ഷണം പല കൈക്കായിട്ട് വന്ന് നമുക്ക് നേരിട്ട് വിതരണം ചെയ്തത് ഉമ്മയാണ്. ഈ രീതിയിൽ അള്ളാഹുവാണ് ഹിദായത്തിനെ പടക്കുന്നവൻ. അപ്പോൾ അള്ളാഹു പടക്കുന്ന ഹിദായത്തിനെ നബി മുഖേന കിട്ടുമ്പോൾ നബിയാണ് ഹിദായത്താക്കുന്നവർ എന്നും പറയാം. അങ്ങനെയാണ് രണ്ടും. ഏത് കർമ്മവും അങ്ങനെ തന്നെ. അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ സൃഷ്ടാവ് സ്രഷ്ടാവ് എന്നുള്ള നിലക്കാണ്, സൃഷ്ടികളിലേക്ക് ചേർക്കുമ്പോൾ മാധ്യമം എന്ന നിലക്കാണ്. ഇവിടെ ഞാൻ സൃഷ്ടികളിലേക്ക് ചേർക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്.
നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹിദായത്തിലാക്കണേ എന്ന് പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. അതായിക്കോട്ടെ, ഇവിടെ വെച്ചിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നെ ഹിദായത്തിലാക്കണേ, എനിക്കൊരു കുട്ടിയെ തരണേ, ഇവിടെ വെച്ചിട്ടായിക്കോട്ടെ. ശിർക്ക് എന്നത് ഇവിടെ വെച്ചായാലും അടുത്തുനിന്നായാലും മാറൂലല്ലോ. നിങ്ങൾ പറയുന്ന ആ ഗുണവിശേഷമായിട്ട് ബന്ധപ്പെട്ട ശിർക്ക്, അള്ളാഹുവിന് പറയാൻ പറ്റുന്ന ഗുണവിശേഷം പടപ്പിന് ചാർത്തി കൊടുത്തു എന്ന നിലക്കാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ശിർക്ക്. ആ ശിർക്ക് ഇവിടെ വെച്ചായതുകൊണ്ടോ അവിടെ വെച്ചായതുകൊണ്ടോ മാറൂല, രണ്ടും ഒരുപോലെയാണ്. കാരണം അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ് ഹിദായത്ത്. അത് മൊഹീദ്ദീൻ ഷെയ്ഖിന് വെച്ചുകൊടുത്തു എന്നാണ് ഇപ്പോൾ ശിർക്കിൻ്റെ കാരണമായിട്ട് ന്യായീകരിക്കുന്നത്, അല്ലേ? ഈ കാരണമാണെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോഴോ ജീവിച്ചിരിക്കാത്തപ്പോഴോ അകലെയോ ദൂരെയോ എന്നത് പ്രശ്നമല്ല, ഒക്കെ ഒരേ മാതിരിയാണ്. ഇവിടെ അതല്ല, അതായത് ഇപ്പം നമ്മളിപ്പം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ, കഴിഞ്ഞ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യമാണ്, പക്ഷേ അതിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എന്താ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, ഇതന്നെല്ലോ അപ്പം ഇപ്പോൾ ഈ ചോദ്യം തന്നെ അല്ല. അപ്പം അതായത് ഹിദായത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഹിദായത്തിലാക്കണേ അല്ലെങ്കിൽ എന്നൊരു ചോദ്യം, ഇത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല ഭാഷകളിൽ ചോദിക്കുമ്പം ഇത് കേൾക്കുമെന്നാണ് ആളുകളുടെ വിശ്വാസം. വിളിച്ചാൽ വിളി കേൾക്കും. അത് നിങ്ങൾ പറയുന്നത് വീണ്ടും അവിടെ തന്നെയാണ് പണ്ടേ പറയുന്ന ഈ കേൾവി എന്നോടത്തേക്കാ കൊണ്ടുപോകുന്നത്. അതല്ല ഇവിടുത്തെ അപ്പം അവിടെ ഈ ഗുണവിശേഷം വരുന്നില്ല എന്നാണ് എല്ലാം. അപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ സമയത്ത് വിളിച്ച് ചോദിക്കും. അവർ പല ഭാഷകളിൽ, ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, മനസ്സിൽ ചോദിക്കുന്നു, പ്രാർത്ഥന പോട്ടെ ചോദിക്കുന്നു എന്നാക്കാം, മനസ്സിൽ ചോദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേൾക്കാനുള്ള കഴിവുണ്ട് എന്ന് വരുമ്പോൾ അവിടെ ഇലാഹാക്കൽ വന്നില്ല എന്നുള്ളതാണ്. അവിടെ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ നാസർ മാഷനല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഭാഷകളിലായാൽ കേൾക്കാൻ കഴിയുക, അകലെ നിന്നും അടുത്ത് നിന്നും കേൾക്കാൻ കഴിയുക, എല്ലാവരുടേതും കേൾക്കാൻ കഴിയുക എന്നതിലാണോ അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ വേർപെട്ട് നിൽക്കുന്നത്? കേൾവിയുടെ കാര്യത്തിൽ അള്ളയും സൃഷ്ടികളും തമ്മിൽ വേർപെട്ട് നിൽക്കുന്നത് ഈ ന്യായത്തിലാണോ, ഈ പോയിന്റിലാണോ? അള്ളാഹുവിന് എല്ലാം കേൾക്കാനുള്ള കഴിവുണ്ടല്ലോ, മനുഷ്യർക്ക് ഒരു പരിധിയില്ല കേൾക്കാനുള്ള. പരിധി ഉള്ളതുകൊണ്ട് പരിധി ഇല്ലാതെയും കേൾക്കും. പരിധി ഉള്ളതിന് സാധാരണ എന്ന് പറയും, പരിധി ഇല്ലാത്തതിന് അസാധാരണം എന്ന് പറയും. പരിധി ഇല്ലാത്ത എത്രയോ ഒന്ന്. ഇപ്പോൾ കേൾവിയാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്തല്ലേ എന്നെ കേൾക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവർ അങ്ങോട്ട് ഷാമിലേക്ക് വിളിച്ചിട്ട് യാ സാരിയാൽ ജബൽ എന്ന് പറഞ്ഞ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ഇസ്ലാമിക യുദ്ധചരിത്രത്തിലും പ്രസിദ്ധമാണ്. യാ സാരിയാൽ ജബൽ എന്ന് ഇവിടുന്ന് അദ്ദേഹം പറയുന്നത് 1 മാസത്തെ വഴിദൂരമുള്ള നഹാവന്തിൽ കേട്ടു സാരിയാ റളിയല്ലാഹു അൻഹു. അപ്പം അത് ദൂരേക്കല്ല കേട്ടത്, അത് മുഹിജിസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. എങ്ങനെ മുഹിജിസത്താണല്ലോ അത്, അമ്പിയാ അല്ല, അത് മുഹിജിസത്തല്ലേ. അപ്പം മനസ്സിലായി, മുഹിജിസത്താണെങ്കിലും അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവല്ലല്ലോ. അപ്പോൾ അള്ളാഹ് കൊടുക്കുമ്പോൾ മുഹിജിസത്തായിട്ട് കിട്ടുമല്ലോ. അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ എപ്പോഴും വേർതിരിയുന്നത് യഥാർത്ഥത്തിൽ ഉടമാധികാരമുള്ള കേൾവിയാണ് അള്ളാഹുവിൻ്റേത്, മറ്റാരും നൽകാത്ത. നമ്മൾ കേൾവിയാകുമ്പോൾ നമ്മളുടേത് അള്ളാഹു തന്ന കേൾവിയാണ്. ഇവിടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് എൻ്റെ ഈ സംസാരം നിങ്ങൾ ഈ പള്ളിക്കകത്ത് നിന്ന് കേൾക്കുന്നത് നിങ്ങൾ സ്വന്തമായി കേൾക്കുകയാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ശിർക്കായി അല്ലേ? അള്ളാഹുവിൻ്റെ കേൾവിയോ, അള്ളാഹിൻ്റെ കേൾവി എങ്ങനെയാ? സ്വന്തമോ അതോ മറ്റാരെങ്കിലും കൊടുത്തിട്ടോ? സ്വന്തം. അവിടെയാണ് പോയിന്റ്. സ്വന്തമായ കേൾവിയാണ് അള്ളാഹുവിൻ്റേത്, മറ്റാരുടേതും സ്വന്തമല്ല, അള്ളാഹു നൽകുന്നതാണ്. ദൂരെന്ന് കേൾക്കുക, ഭാഷ തിരിച്ച് കേൾക്കുക, പലയിടത്തു നിന്നും വിളിക്കുമ്പോൾ ഒരേ സമയം കേൾക്കുക, ഇതൊക്കെ അസാധാരണമെന്നേ ഉള്ളൂ, അസാധാരണം. അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി നെക്കിയാൽ ആ എല്ലാവരും നെക്കലും കൂടി ഒരുപോലെ വരാൻ പറ്റുന്നൊരു കമ്പ്യൂട്ടറാണെന്ന് വെച്ചാൽ അതിൽ വരാം. എന്ന മാതിരി അള്ളാഹു ഒരാളെ കാതിൽ എല്ലാ വഴിയിൽ നിന്നും കൂടി വിളിക്കുന്നപ്പോൾ കേൾക്കുന്നൊരു സിദ്ധി അള്ളാഹു താല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അയാൾ പടച്ചോനാവില്ല. അങ്ങനെ ഉണ്ടാനോ? അങ്ങനെ ഇനി വരുന്ന ദജ്ജാലിനൊക്കെ കഴിയും. ആ വിളി കേൾക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് പ്രാമാണികമായ വല്ല തെളിവും അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വരിക? കൊടുക്കാത്ത ഒരാൾ വിളിച്ചു എന്നല്ലേ വരുള്ളൂ. അതിന് ശിർക്ക് എന്ന് പറയില്ലല്ലോ. കൊടുത്തോ കൊടുത്തില്ലേ എന്നറിയുന്നത് ചരിത്രപരമായൊരു വിഷയമല്ലേ. അള്ളാഹ് കൊടുത്തോ കൊടുത്തിട്ടില്ലേ എന്നറിയുന്നത്. കൊടുക്കാലോ, ബുദ്ധിപരമായിട്ട് കൊടുക്കാമോ, സാധ്യത ഉണ്ടോ അതോ സാധ്യതല്ലേ? സാധ്യത ഉണ്ട്. ഇപ്പോൾ സാധ്യത ഉള്ള ഒരു വിഷയത്തെപ്പറ്റി അള്ളാഹു അങ്ങനെ കൊടുത്തു എന്ന് പറയണമെങ്കിൽ ആയത്തും ഹദീസും കിട്ടണം. നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. സാധാരണ കേൾക്കുന്നതിൻ്റെ ദൂരെ കേൾക്കുന്നത്
ഒരു ഉറുമ്പ് സംസാരിക്കുന്നത് കേൾക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയും മുഅ്ജിസത്താണ്. അതേ മുഅ്ജിസത്താണ്. മുഅ്ജിസത്താണെങ്കിലും സൃഷ്ടികൾക്ക് സ്രഷ്ടാവാകാൻ കഴിയുമോ മുഅ്ജിസത്തായിട്ട്? അത് നമ്മൾ ചിന്തിക്കണ്ടേല്ലേ? സ്രഷ്ടാവാകാൻ കഴിയില്ലല്ലോ മുഅ്ജിസത്തായിട്ട്. മുഅ്ജിസത്ത് കൊണ്ട് എന്തേ വരുള്ളൂ? അസാധാരണമായിട്ടുള്ള സംവിധാനങ്ങൾക്ക്, സാധാരണ സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ടുള്ള സിദ്ധി ഉണ്ടായി. പക്ഷെ ആ സിദ്ധിയുടെയും യജമാനൻ അള്ളാഹു തന്നെ, സ്വന്തക്കാരൻ അള്ളാഹു തന്നെ. ഇത് മാധ്യമമാകുന്നു. അവിടെയാണ് സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേക്കും, പലയിടത്തും പേക്കും. അത് ഹിദായത്തും അങ്ങനെ തന്നെ. ഹിദായത്ത് അള്ളാഹുവാണ് യജമാനൻ, ഹിദായത്തിൻ്റെ റബ്ബ് അള്ളാഹുവാണ്. ഹിദായത്ത് എന്നതിൻ്റെ മാധ്യമമാകാൻ ഞമ്മക്കൊക്കെ പറ്റും. ഞാൻ ഹിദായത്തുകാരനാകാം. ഒരു ഹദീസില്ലേ, മുആദിനെ യമനിലേക്ക് അയക്കുമ്പോൾ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നിന്നെ മൂലം അള്ളാഹു ഒരു മനുഷ്യനെ ഹിദായത്താക്കിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, എല്ലാറ്റിനേക്കാളും ഗുണമാവും ദുനിയാവ് സകലത്ത്. അപ്പോൾ ഒരു മനുഷ്യൻ മുഖേന ഹിദായത്ത് വരും. അപ്പോൾ അയാളെ ആ നിലക്ക് ഹാദിന്ന് വിവരിക്കാം. ഹിദായത്തിൻ്റെ യജമാനൻ അള്ളാഹു. യജമാനൻ എന്നറിയുന്നിടത്താണ് പോയിന്റ്. റബ്ബ് എന്നറിയുന്നതൊരു വിശാലാണ്. റബ്ബുൽ ഹിദായ, റബ്ബുൽ റിസ്ഖി, റബ്ബുൽ സംഇ, റബ്ബുൽ ബസരി. നമ്മളെ സിദ്ധികളുടെയും നമ്മളുടെ കാര്യങ്ങളുടെയും ഒക്കെ ചേർത്തിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് റബ്ബ്. ആ റബ്ബ് എന്നറിയുന്നിടത്താണ് അള്ളാഹുവിൻ്റെ സവിശേഷത. അത് ഖാലിഖ് അവനായതുകൊണ്ട് റബ്ബിയത്ത് അവനേ ഉള്ളൂ. ഇതാണ് ഖുർആൻ്റെ സമർത്ഥം. പക്ഷെ ഇവിടെ വിളിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിളി കേൾക്കും, ഇവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നുള്ളതാണ്. അപ്പോൾ വിളി കേൾക്കാനുള്ള കഴിവുണ്ടോ, ഉത്തരം നൽകാനുള്ള കഴിവുണ്ടോ എന്നതാണ് ചോദ്യം. സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. സ്വന്തമായി കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ ആ പ്രശ്നമില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന പ്രശ്നമില്ല. പിന്നെ അത് അബദ്ധാവൂലേ എന്നാ ചിന്തിക്കേണ്ടത്. അത് തിരീണിൻ്റെ മാതിരിയാണ്, ഉണ്ടോ അല്ലേന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം ഇതിനിപ്പോൾ ഖുർആനിലും ഹദീസിലൊന്നും എൻ്റെ ദാഹം മാറ്റാനുള്ള കഴിവില്ല. ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല ഇതിന് ദാഹം മാറ്റാൻ കഴിവുണ്ട് എന്ന്. ഇതിനെ സംബന്ധിച്ച് ഞാൻ കരുതി എൻ്റെ ദാഹം മാറ്റാൻ കഴിയുമെന്ന് കരുതി കുടിച്ചു. ഇതിന് കുഴപ്പമില്ല, കഴിവുണ്ട് എന്ന് ഖുർആനിലൊന്നുമില്ലല്ലോ ഇതിന് ദാഹം മാറ്റാൻ കഴിവുണ്ട് എന്ന്. എന്നിട്ടും നമ്മൾ കുടിക്കുന്നു ദാഹം മാറ്റാൻ. ഇതേ രീതിയിൽ ചിലപ്പോൾ കഴിവുണ്ടാകും, ചിലപ്പോൾ കഴിവില്ലാതെ വരാം. നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖിനെ കേൾക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ സ്വന്തമായി കഴിവുണ്ട് എന്നാണോ വിശ്വാസമെങ്കിൽ അവിടെ ശിർക്ക് വരും. അവിടെയാണ് നമ്മളായിട്ടും മുഹ്യിദ്ദീൻ ശൈഖായിട്ടും റസൂലുള്ളാഹിയായിട്ടും ഏത് സൃഷ്ടികളായിട്ടും അള്ളാഹുവിനുള്ള വ്യത്യാസം പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞ വാദപ്രകാരം ആയിരക്കണക്കായ ആളുകൾ ഒരേ സമയത്ത് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ മലക്കുൽ മൗത്ത് ഏകനായ ഒരു മലക്ക് ഇത്രയും ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകളൊക്കെ ഒരേ സമയത്ത് കൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഏകനായ മലക്കാകണമെന്നില്ല. ഒരു മലക്കിൻ്റെ ഒപ്പം ഒരുപാട് സൈന്യം ഉണ്ടാവും. അങ്ങനെയാണ്, ഒരു മലക്കല്ലത്. മലക്കുൽ മൗത്ത് എന്നറിയുന്നത് അസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച സൈന്യമാണ്. ഇനി ഒരു മലക്കിന് കഴിഞ്ഞാൽ തന്നെ അതിലൊന്നുമില്ല. ഒരു മലക്കിന് അല്ലാഹു തആല അങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ വരും. അസ്രായേൽ എന്ന ഒരൊറ്റ മലക്ക് ഒരേ സമയത്ത് എല്ലാവരുടെയും റൂഹിനെ പടക്കുന്ന വിധത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ട് അതിന് സിദ്ധി നൽകിയാൽ അത് അല്ലാഹു ആവൂല. അതുകൊണ്ട് അസ്രായേൽ അല്ലാഹു ആവൂലല്ലോ. അതേമാതിരി തന്നെ ഇതുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് കേൾക്കാൻ അല്ലാഹു അങ്ങനെ കഴിവ് നൽകുമെങ്കിൽ അങ്ങനെയുള്ളൂ. കഴിവ് നൽകിയോ നൽകിയില്ലേ എന്നറിയുന്നത് ചരിത്രപരമായൊരു കാര്യമാണ്. അത് വേറെ വിഷയം ചിന്തിക്കേണ്ടതല്ല. ശിർക്ക് തൗഹീദ് അതായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ജേക്കബോ യൂസുഫോ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത അമേരിക്കൻ ജൂതന്മാരുണ്ടാക്കിയ ഒരു ക്യാമറ കൊണ്ട് അമേരിക്കയിലുള്ള ഒരു പരിപാടി കോടിക്കണക്കിനായ ടി വിയിൽ ഒരേ സമയത്ത് മനുഷ്യനിർമ്മിതമായ ആ മെഷീനറി കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു കൈ കൊടുത്താൽ മനുഷ്യരായ ആളുകൾക്ക് ജീവനില്ല എന്നുള്ള ഇതിൽ വലിയ അത്ഭുതമില്ല എന്നുള്ള തോന്നൽ സാന്ദർഭികമായി അതിനെ പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നതോ അസാധാരണത്വം എന്ന് പറയുന്നതോ ഒന്നും അള്ളാഹു ആവൂല. അള്ളാഹു എന്നറിയുന്നത് സ്വന്തമായിട്ട് എന്ന് പറയുന്നിടത്താണ് അള്ളാഹു. സൃഷ്ടികളൊന്നും സ്വന്തമല്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ലോകത്ത്, അതായത് നമുക്ക് ടെക്നോളജി വളരെ വികസിച്ച കാലമാണ്. അല്ല, ടെക്നോളജി വളരെ വികസിച്ച കാലമാണ്. അപ്പോൾ ഇത്ര ഉപകരണങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് അവിടെ നമുക്കൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ കാര്യകാരണ ബന്ധമുണ്ട്, ഒരു മീഡിയ ഉണ്ട്. ഇതല്ലല്ലോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരാളപ്പം കുറ്റിച്ചറിൽ നിന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കോ? അതുപോലെയല്ലേ ഇത്. കാരണം ഇത് കാര്യകാരണ ബന്ധമുണ്ട്. അപ്പം അത് ഇവിടെ ഇത് അവിടെ നിങ്ങൾ തങ്ങളുടെ ലേശം പേക്കുന്നുണ്ട്. ഈ കാര്യകാരണ ബന്ധം ഞാൻ ഒരു ദിവസം ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ ഒരു ഇതുണ്ട്, ഇലക്ട്രോണിക് തരംഗങ്ങൾ പോകുന്നുണ്ട്. മനസ്സിലായിട്ടെ സാറ്,
ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണ ബന്ധം ഇല്ലാത്ത ഒരു സംഗതി ഈ ലോകത്ത് നടപ്പില്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഒന്നില്ല ഇവിടെ. കാര്യവും കാരണവും ചിലപ്പോൾ അസാധാരണമാകാം. കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഒറ്റ സംഭവം പറഞ്ഞേ, കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട്. അങ്ങനെ അതൊക്കെ ഒരു സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചിലപ്പോൾ വേർഡുകളാണ് ഇതൊക്കെ. കാര്യകാരണ ബന്ധത്തിന് അതീതം, അത് പ്രാർത്ഥന, ഇതൊക്കെ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കുറേ വാക്ക്. മലയാളത്തിൽ ആ വചനമേ ഉള്ളൂ പറയാൻ. തിരിയുന്ന മലയാളത്തിൽ ഇപ്പോൾ അതങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും, നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വാക്ക് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തസ്ബീബുൽ അസ്ബാബ് എന്നാണ് അതിന് അറബ് പറയാം. അള്ളാഹുവിൻ്റെ വിശേഷണം തന്നെ മുസബ്ബിബുൽ അസ്ബാബ് എന്നാ. മുസബ്ബിബുൽ അസ്ബാബ്, കാര്യങ്ങളും കാരണങ്ങളും തമ്മിൽ ഒരുക്കി തരുന്നവൻ, കാര്യകാരണങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്നവനാണ് ഈ ലോകത്തെ സംബന്ധിച്ച് അള്ളാഹു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു വലിയ ഔലിയാൻ്റെ അടുത്ത് ചെന്നപ്പോൾ എക്സ്റേയിൽ വലിയ പൊട്ട് കണ്ടു. എൻ്റെ കയ്യിന് നല്ല പൊട്ടുണ്ട്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു ഔലിയാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ തടവിയപ്പോത്തിന് ഇത് പൊട്ട് സുഖമായി. ഇതിനിപ്പോൾ നിങ്ങൾ പറയാം കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമാണ് എന്നാ. അല്ല, കാര്യവും കാരണവും അവിടെ ഉണ്ട്. ഔലിയ തടകി, ഇത് കാരണമാണ്. ആ കാരണം മൂലം കയ്യിൻ്റെ പൊട്ടുപോയി. ഇനി വൈദ്യർ നല്ലോന്ന് പ്ലാസ്റ്റർ ഇട്ടു. ആ പ്ലാസ്റ്റർ ഇട്ടപ്പോഴും കാര്യവും കാരണവും തമ്മിൽ ബന്ധിച്ചു. കാരണവും കാര്യവും ചിലപ്പോൾ അസാധാരണമാകാം, ചിലപ്പോൾ സാധാരണമാകാം. തടവിയ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഭൗതികമായ ഇടപെടൽ വരുന്നുണ്ടല്ലോ. ഭൗതികമോ അഭൗതികമോ ആവാം, കാര്യകാരണ ബന്ധമുണ്ട്. തടവുക എന്ന് പറഞ്ഞത് വലിയ കാരണം തന്നെയാണ്. അതുണ്ട്. നബിൻ്റെ മൊയ്സത്തൊക്കെ നോക്കിക്കോളി, കാര്യവും കാരണവും തമ്മിൽ ബന്ധപ്പെടുത്താതെ ഇല്ല. അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നു വെള്ളപ്പാത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഈ വെള്ളം വരുന്നത് കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ? കാരണമാണല്ലോ അത്. കാരണവും കാര്യവും തമ്മിൽ ബന്ധം തന്നെയാണ്. പക്ഷേ ഇത് അസാധാരണമാണ്. എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വരൂല, നിങ്ങളെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വരൂല, റസൂലുള്ളാഹിൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അത് അസാധാരണമായ കാരണമാണ്. ഭൂമിയിൽ നിന്ന് വരുന്നത് പോലെ കയ്യിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നു. ഭൂമിയിൽ നിന്ന് വരുന്നത് സാധാരണമാണ്, കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അസാധാരണമാണ്. ഇതിനപ്പുറം കാര്യവും കാരണവും തമ്മിൽ ബന്ധപ്പെടാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല, ഒന്നും. പിന്നെ EK വിഭാഗത്തിലെ പ്രശസ്ത പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി ഇവിടെ ഒരു ചോദ്യം ഞങ്ങളിപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരണം ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ചോദിച്ചാലാണോ അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് ചോദിച്ചാലാണോ എളുപ്പത്തിൽ ഉത്തരം കിട്ടുക? അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഔലിയാക്കന്മാരോട് ചോദിച്ചാലാണ്. അപ്പോൾ അതിന് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ലോക്കൽ KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. അവിടെ എത്തിയാൽ ഉറപ്പില്ല. ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. കാരണം അത് വളരെ വേഗത്തിൽ അവിടെ എത്തും. അപ്പം ഇതിവിടെ കൂടുതൽ, അതായത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്ന ഒരു ഹുക്കുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഹുക്കും ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് ചോദിക്കുന്നവരുടെ നിലപാട് എങ്ങനെയാ വെച്ചാൽ അതിനോട് ഉത്തരവിക്കാറും അതൊന്നും നമ്മൾ വിഷയമല്ലല്ലോ. നമുക്ക് സംശയം തീർക്കണം. നമ്മൾ ഒരു മൗലവിൻ്റെ വിഷയം എടുത്തിട്ട് സംസാരിച്ചാൽ നമ്മൾ കുഴങ്ങും, വിഷയം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അത് നമുക്ക് വിടുക. നമുക്ക് തന്നെ ചോദിക്കാം. ഞാൻ ഒരു മൗലവി, നിങ്ങളൊരു മാഷും, നമുക്ക് സംസാരിക്കാം. മറ്റുള്ളവരുടേത് ഓരോരുത്തരുടേത് പറഞ്ഞാൽ ഓരോരോ സമയത്തെ ചോദ്യമാവും, ആ സമയത്തിനനുസരിച്ചൊരു മറുപടിയാവും. ചിലപ്പോൾ അവനൊരു തട്ടുത്തരക്കാരനായിരിക്കും, അതിന് തട്ടുത്തരം പറയും. ഇങ്ങനെയൊക്കെ വരാം. നമ്മൾ സംസാരിക്കുക. അതേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ സംസാരിക്കാം. നേരത്തെ ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പം അത് അള്ളാഹ് കൊടുക്കാതിരിക്കാം എന്നുള്ളത്, പ്രത്യേകിച്ചും ഒരു അഖീദയുടെ വിഷയത്തിൽ ഇതുപോലെയുള്ള സംശയാസ്പദമായ ഒരു മറുപടി അല്ലാതെ കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കല്ല, താങ്കളിലൊന്നും പ്രതീക്ഷിക്കുകയാണ്. അതൊക്കെ എന്താ ഈ അഖീദന്റെ കാര്യം എന്ന് പറയുന്നത് അതും ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ. അഖീദന്റെ കാര്യം എന്ന് പറഞ്ഞത് അത് സ്വീപ്പാക്കുകയാണ്. അതൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു വരുന്ന ചില തന്ത്രങ്ങളിൽ പെട്ടാണ് ഇതൊക്കെ. നിങ്ങളത് തന്ത്രമല്ല, പക്ഷേ കേൾക്കുന്നത് അങ്ങനെ വരുന്നതാണ്. ഇവിടെ വിഷയം എന്താണ്? അഖീദക്കാരിയല്ല. മുഹ്യിദ്ദീൻ ശൈഖയെ സഹായിക്കണേ എന്ന് നമ്മൾ പറയുന്നത് വാക്കാണ്, വാചകം. ഇത് അഖീദയല്ല. ഈ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ശിർക്ക് എന്ന അഖീദക്കാര്യം വരുമോ എന്നാണ് അവിടെ പ്രശ്നം. ശിർക്ക് വരും എന്ന് പറയുന്നതാണ് അഖീദയാക്കി മാറ്റുന്നത്. കർമ്മത്തെ കൊണ്ടുപോയി, വാക്കിനെ കൊണ്ടുപോയിട്ട് ശിർക്ക് എന്ന അഖീദയാക്കി മാറ്റുന്ന അപരാധം ചെയ്തിട്ട് ഇത് അഖീദൻ്റെ കാര്യമാണ് എന്ന് പറയാണ്. അത് വളരെ വലിയ തെറ്റാണ്. ഒന്നിരിക്കലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക്, ഈ വാക്കും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒന്നിനെയാണ്
അഖീദയിൽപ്പെട്ട ശിർക്കാക്കിയിട്ട് ആരോപിക്കുന്നത്. അങ്ങനെ കർമ്മത്തെ കൊണ്ടുപോയി അഖീദയാക്കുകയാണ് വിഷയം. എന്തെവിടെ അഖീദ? മൊയ്തീൻ ശൈഖേ